ഞങ്ങൾ ബയോപ്സി ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ക്യാൻസർ ഉണ്ടെന്നറിഞ്ഞത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് വെയിറ്റ് ലോസ് ആയി. 1 മാസം റേഡിയേഷൻ ചെയ്തു. കീമോതെറാപ്പി 8 സൈക്കിൾസും. ഇതിൽ കൂടുതൽ താങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവും പേഷ്യന്റും ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആണെന്നും കൂടാതെ അതിന്റെ ലക്ഷണങ്ങളും. അവരിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലെ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്? എന്റെ പേര് ഗംഗാ ഭവാനി. പേഷ്യന്റ് പേരെന്താണ്? രാധ. മാഡത്തിന്റെ ആരാ? ഇതെന്റെ അമ്മയാണ്. ഓക്കെ. വയസ്സ് എത്രയുണ്ട്? 41 ഇയേഴ്സ്. 41 ഇയേഴ്സ്. ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? ഹിന്ദുപുരത്തുനിന്നാ ഓ വരുന്നത്. ഓക്കെ. ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? കോളൻ ക്യാൻസർ എന്നാ കോളൻ പറഞ്ഞത്. ക്യാൻസർ അല്ലേ? ഓക്കെ. എപ്പോ തൊട്ടുണ്ട്? 1 ഇയർ ആയിട്ടുണ്ട്. 1 ഇയർ ആയിട്ടുണ്ടല്ലേ? ഓക്കെ. ആ. പുറത്ത് വേറെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ അതോ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? അത് പിന്നെ അമ്മയ്ക്ക് മോഷൻ പോകുമ്പോ അതിൽ ബ്ലഡ് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബയോപ്സി ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കർണൂരിൽ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു. ഉം. 1 മാസത്തോളം റേഡിയേഷൻ ചെയ്തു. പിന്നെ ഒരു 8 സൈക്കിൾസ് കീമോതെറാപ്പിയും ചെയ്തു. ഓക്കെ. ഇത്രയും കീമോ കൊടുത്തിട്ടും ശരിയാവാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അതായിരുന്നു. ഓക്കെ. ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? മറ്റെന്തെങ്കിലും ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്വന്തം കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉം. ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. ഓക്കെ. ബ്ലഡ് വരുന്നതല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ അമ്മയ്ക്ക്? പെട്ടെന്ന് തന്നെ നന്നായിട്ട് ക്ഷീണം വെയിറ്റ് ഉണ്ടായിരുന്നോ? കുറഞ്ഞു. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തത്. ഓ. 1 ഇയറില് എത്ര റേഡിയേഷനും കീമോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? 1 മാസം റേഡിയേഷൻ ചെയ്തു. കീമോതെറാപ്പി 8 സൈക്കിൾസ് ചെയ്തു. ഓക്കെ. ഉം. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അതോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതായത് കഴിഞ്ഞ ആഴ്ച ഒരു കീമോ ചെയ്തായിരുന്നു. ഉം. അത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഉം. വരികയായിരുന്നു. ഓക്കെ. ഉം. ഈ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ അറിഞ്ഞത്. സോഷ്യൽ പിന്നെ മീഡിയ വഴി അല്ലേ? അറിയുന്നവരും ഓക്കെ. പറഞ്ഞായിരുന്നു ഇതിനെപ്പറ്റി. ഓക്കെ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിരുന്നോ ഈ ഹോസ്പിറ്റലിനെ പറ്റിയും എന്തൊക്കെയാണ് ഇവിടുത്തെ ഫീഡ്ബാക്ക് എന്നും? മുൻപ് ട്രീറ്റ്മെന്റിലായിരുന്നതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉം. ക്യൂർ ആകുമെന്ന് വിചാരിച്ചു. ഉം. പക്ഷേ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഉം. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അതെ. ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? ഫുഡൊന്നും ഇപ്പൊ കുഴപ്പമില്ല. കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നല്ലോ. ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മോഷൻ പോകുമ്പോ ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ എല്ലാം ശരിയായിരുന്നു? അതിന് കുറച്ച് കുറവുണ്ട്. ഓക്കെ. മോഷനിൽ ബ്ലഡ് വരുന്നതൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാ മുഴയുടെ സൈസ് കുറഞ്ഞിട്ടില്ല. ഉം. അങ്ങനെ തന്നെയായിരുന്നു. ഓ. അപ്പോൾ ഓക്കെ. കീമോ ഇൻക്രീസ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്കല്ലേ വന്നിരിക്കുന്നത്? ധൈര്യമായിട്ട് ഇരുന്നോളൂ. ഇതിനു മുമ്പ് ഒരു പേഷ്യന്റ് പറഞ്ഞ് കേട്ടില്ലേ? ആ, സോ ധൈര്യമായിട്ട് ഇരുന്നോളൂ. ഹാപ്പി ആയിട്ടിരിക്കൂ. ഉം. മരുന്ന് കഴിച്ച് ഫോളോ ചെയ്തോളൂ. ഉം. നെക്സ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാം മാറിയിട്ടുണ്ടാകും. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത താങ്ക് യു. വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. താങ്ക് യു.